ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി 3 ചതുരശ്ര കിലോമീറ്റർ മാത്രം വ്യാപ്തിയുള്ള സെന്റ് മാർട്ടിൻ ദ്വീപ് പെട്ടെന്ന് ലോകശ്രദ്ധയിലേക്കെത്തി. കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രി പദമൊഴിഞ്ഞ് ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയുടെ വെളിപ്പെടുത്തലാണ് ദ്വീപിന്റെ ഭൌമരാഷ്ട്രീയ പ്രാധാന്യം വെളിവാക്കപ്പെട്ടത്. ദ്വീപിൽ സൈനിക താവളം പണിയാൻ അമേരിക്കയെ അനുവദിച്ചിരുന്നുവെങ്കിൽ തനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമായിരുന്നുവെന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞതായി പുറത്തുവന്ന റിപ്പോർട്ടാണ് വിവാദമായത്. ചൈനയും ലക്ഷ്യമിടുന്ന സെന്റ് മാർട്ടിൻ ദ്വീപിന് ഇത്രത്തോളം പ്രാധാന്യം എന്തെന്ന് വിവരിക്കുകയാണ് അടുത്ത വാർത്തയിൽ. അധികാരത്തിൽ നിന്നും പുറത്താക്കിയതിനു പിന്നിൽ അമേരിക്കയുടെ ഗൂഢാലോചനയാണെന്നും അതിന് കാരണം ഒരു ദ്വീപാണെന്നുമാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആരോപണം. ബംഗാൾ ഉൾക്കടലിലെ സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതാണ് അമേരിക്കയ്ക്ക് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്ന് ഹസീന ഒളിഞ്ഞും തെളിഞ്ഞും കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഈ ദ്വീപിന്റെ പരമാധികാരം വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോഴും തനിക്ക് അധികാരത്തിൽ തുടരാമായിരുന്നുവെന്നാണ് ഹസീന പറയുന്നത്. വിദ്യാർത്ഥികളുടെയും മറ്റും മൃതദേഹങ്ങൾക്ക് മുകളിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ അവർ ആഗ്രഹിച്ചുവെന്നും ഹസീന ആരോപിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ റിപ്പോർട്ടുകളെല്ലാം ഹസീനയുടെ മകൻ നിഷേധിച്ചു. മുമ്പും പ്രത്യേകിച്ച് 5ാം തവണയും അധികാരമുറപ്പിച്ച ശേഷം പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കവേ ഹസീന സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ഒരു വിദേശ ശക്തി നമ്മുടെ രാജ്യത്ത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാമെന്നും അതിന്റെ പേരിൽ തനിക്കെതിരെ വധശ്രമം പോലും നടന്നേക്കാമെന്നും ജനുവരിയിൽ ഹസീന വെളിപ്പെടുത്തിയിരുന്നു. ഈ നീക്കങ്ങൾക്കെല്ലാം കാരണം സെന്റ് മാർട്ടിൻ ദ്വീപാണെന്നാണ് ഹസീന പറയുന്നത്. മ്യാൻമറിൽ നിന്നും 8 കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിന്റെ വടക്കു കിഴക്കൻ ഭാഗത്ത് ബംഗ്ലാദേശിന്റെ ഏക പവിഴ ദ്വീപാണ് സെന്റ് മാർട്ടിൻ. 1971-ൽ ബംഗ്ലാദേശ് എന്ന രാജ്യം നിലവിൽ വന്നതു മുതൽ ഈ ദ്വീപ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുന്നുണ്ട്. തന്ത്രപ്രധാനമായ ദ്വീപിൽ അമേരിക്കയ്ക്ക് കണ്ണുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. ബംഗാൾ ഉൾക്കടലിൽ വ്യോമത്താവളം അമേരിക്കയുടെ ലക്ഷ്യമാണ്. അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം സെന്റ് മാർട്ടിൻ ദ്വീപാണ്. ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി കിംവദന്തികൾ പുറത്തുവരുന്നുണ്ടെങ്കിലും അതെല്ലാം നിഷേധിക്കുകയായിരുന്നു. അമേരിക്ക ബ്രിട്ടീഷ് അധിനിവേശ കാലത്താണ് ദ്വീപിന് ക്രിസ്ത്യൻ പുരോഹിതൻ സെന്റ് മാർട്ടിന്റെ പേരിട്ടത്. അതേസമയം ചിറ്റഗോങ്ങിലെ അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ മാർട്ടിന്റെ പേരിലാണ് ദ്വീപ് അറിയപ്പെടുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. 1900-ൽ ദ്വീപിനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കി. തെങ്ങുകളുടെ ദ്വീപ് എന്നർത്ഥം വരുന്ന നാരിക്കേൽ ജിഞ്ഞിറ എന്നാണ് ബംഗാളികൾ സെന്റ് മാർട്ടിൻ ദ്വീപിനെ വിളിച്ചിരുന്നത്. 1947-ലെ ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് ദ്വീപ് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലായി. 1971-ൽ ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടതോടെ ദ്വീപ് അവരുടെ സ്വന്തമായി. ദ്വീപിൽ 4000-ഓളം ജനങ്ങൾ താമസിക്കുന്നുണ്ട്. മത്സ്യബന്ധനവും കടൽപ്പായൽ വിളവെടുപ്പും കൃഷിയുമാണ് ജനങ്ങളുടെ ഉപജീവനമാർഗം. സെന്റ് മാർട്ടിൻ ദ്വീപ് ബംഗ്ലാദേശിന്റെ ഭാഗമാകുമെന്ന് ബംഗ്ലാദേശും മ്യാൻമറും തമ്മിൽ 1974-ൽ ധാരണയിലെത്തിയിരുന്നു. എന്നിട്ടും മ്യാൻമാർ ദ്വീപിന്മേൽ അവകാശം ഉന്നയിച്ചിരുന്നു. സമുദ്ര അതിർത്തി നിർണ്ണയിക്കുന്നതിലുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് ദ്വീപിന്മേൽ മ്യാൻമറിന്റെ അവകാശവാദം. ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള മീൻപിടുത്തം സംബന്ധിച്ചും ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുകളുണ്ടായി. ദ്വീപിലേക്ക് മീൻപിടുത്തത്തിന് പോയ ബംഗ്ലാദേശി ബോട്ടുകൾക്ക് നേരെ മ്യാൻമാർ നാവികസേന വെടിവയ്പ് മുന്നറിയിപ്പ് നൽകിയതും മത്സ്യത്തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തതും കാര്യങ്ങൾ വഷളാക്കി. ഒടുവിൽ സെന്റ് മാർട്ടിൻ ബംഗ്ലാദേശിന്റെ ഭാഗമാണെന്ന് രാജ്യാന്തര സമുദ്ര നിയമ ട്രൈബ്യൂണൽ 2012-ൽ വിധിച്ചു. 2018-ൽ ദ്വീപിനെ തങ്ങളുടെ പരമാധികാര പ്രദേശത്തിന്റെ ഭാഗമായി ചിത്രീകരിച്ച് മ്യാൻമർ ഭൂപടം പുറത്തിറക്കി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബംഗ്ലാദേശ് ഭരണകൂടം രംഗത്തെത്തിയപ്പോൾ തെറ്റു സംഭവിച്ചതാണെന്നായിരുന്നു മ്യാൻമറിന്റെ പ്രതികരണം. ഇതിനിടെ മ്യാൻമറിൽ റോഹിംഗ്യൻ പ്രശ്നം വഷളായതിനെ തുടർന്ന് 7 ലക്ഷത്തോളം റോഹിംഗ്യൻ വംശജർ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തു. അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ബംഗ്ലാദേശ് സർക്കാർ റോഹിംഗ്യൻകാരെ സെന്റ് മാർട്ടിൻസ് ദ്വീപിനടുത്തുള്ള കോക്സ് ബസാറിലെ ദ്വീപിൽ പാർപ്പിച്ചു. ഇതിനു പിന്നാലെ റോഹിംഗ്യകളുടെ സായുധ വിഭാഗമായ അറാക്കൻ ആർമി സെന്റ് മാർട്ടിൻസ് ദ്വീപിനുമേൽ അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നു. ഈ നീക്കം ബംഗ്ലാദേശ് നിഷേധിക്കുന്നുണ്ടെങ്കിലും ദ്വീപിനു ചുറ്റും അവരുടെ നാവികസേന യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യമുണ്ട്. അറാക്കൻ ആർമിയും മ്യാൻമർ സൈന്യവും തമ്മിൽ സായുധ സംഘർഷമുണ്ടായാൽ അത് തടയുന്നതിനാണ് യുദ്ധക്കപ്പലുകളുടെ വിന്യാസമെന്നാണ് ബംഗ്ലാദേശിന്റെ ന്യായീകരണം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര പാതകളിലൊന്നായ മലാക്ക കടലിടുക്കിന് സമീപമാണ് സെന്റ് മാർട്ടിൻസ് ദ്വീപ്. അതുകൊണ്ട് തന്നെ ദ്വീപിന്റെ തന്ത്രപ്രാധാന്യം വളരെ വലുതാണ്.
ദ്വീപിൽ സൈനിക താവളം നിർമ്മിക്കാൻ സാധിച്ചാൽ ബംഗാൾ ഉൾക്കടലിൽ മേൽക്കൈ സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് അമേരിക്ക കരുതുന്നു. അമേരിക്കയുടെ കടന്നുവരവിനെ എതിർക്കുന്ന ചൈനയുടെ ലക്ഷ്യവും ദ്വീപിൽ ഒരു നേവൽ ബേസാണ്. മേഖലയിലെ വ്യാപാര സൈനിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സമാനതകളില്ലാത്ത സാധ്യതയുള്ളതിനാൽ അമേരിക്കയും ചൈനയും ദ്വീപിനെ സ്വന്തമാക്കാൻ ബംഗ്ലാദേശിനുമേൽ ചെലുത്തുന്ന സമ്മർദ്ദം മുമ്പേ വാർത്തയിൽ ഇടം നേടിയിരുന്നു. ഇതിനുവേണ്ടി US, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ മാത്രമുള്ള ക്വാഡ് സഖ്യത്തിൽ അംഗത്വം പോലും ബംഗ്ലാദേശിന് അമേരിക്ക വാഗ്ദാനം ചെയ്തു എന്ന് പറയപ്പെടുന്നു. ദക്ഷിണേഷ്യയിലെ ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കാൻ സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് പാട്ടത്തിനെടുക്കാൻ അമേരിക്ക സമീപിച്ചു എന്നുള്ള വാർത്ത അവർ നിഷേധിച്ചിരുന്നു. മാത്രവുമല്ല, ചൈന ബംഗ്ലാദേശിന്റെ അടിസ്ഥാന വികസനത്തിന് പണമിറക്കുന്നതും അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി നിക്ഷേപം ഇറക്കുന്നത് തടയാനും US ലക്ഷ്യമുണ്ട്. ഇത്രയേറെ പ്രാധാന്യമുള്ള സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ അമേരിക്കയ്ക്ക് വിൽക്കുമെന്നാണ് ഷെയ്ഖ് ഹസീന ആവർത്തിക്കുന്ന മുന്നറിയിപ്പ്.